ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ്ങും അതേപോലെ തന്നെ കുക്കിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവെക്കാം. അപ്പോൾ ഇതാ നമുക്ക് വലിയൊരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് നോക്കാം കേട്ടോ. ഇത് ഇൻഡസ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് കേട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കിച്ചണിലുള്ള അധികം പാത്രങ്ങളും ഇൻഡസ്വാലിത്തെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ വിറകടുപ്പിൽ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, മീനും ചിക്കനും ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അയൺ കാസ്റ്റേൻ്റെ ഒരു ഫ്രൈ പാൻ ഉണ്ട്. അത് അധികം കൂട്ടുകാരും വാങ്ങിയിട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കുക്കർ, സ്റ്റീലിൻ്റെ കടായി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ള പാത്രം എന്താ വെച്ചാൽ ഒരു മൾട്ടി ഫങ്ഷണൽ സ്റ്റീമിംഗ് ബോട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മളെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളെ കയ്യിലുണ്ട് ഇത്. അപ്പോൾ ഇത് അവർക്ക് മാറിയിട്ട് എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം ഈ ഒരു പാത്രം തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇൻഡസ്വാലിത്തെ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്, സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതുമാണ്. എല്ലാ പാത്രങ്ങളും അടിപൊളിയാണ് കേട്ടോ, ഒന്നൊന്നിന് മെച്ചെന്ന് പറയാം. പിന്നെ ഇതൊക്കെ പ്രീ സീസൺ ചെയ്ത് വരുന്ന പാത്രങ്ങളാണ് കേട്ടോ. എന്നാലും നമ്മളൊരു സമാധാനത്തിന് നമുക്കൊന്ന് സീസൺ ചെയ്തെടുക്കാം. ഇതിൽ 2 ഇഡലി പ്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇഡലിയും ചുട്ടെടുക്കുക, അതേപോലെ തന്നെ നമുക്ക് നൂൽപുട്ടൊക്കെ ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ അതിൽ ചെറിയ ചെറിയ ഹോൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ. അതുകൊണ്ട് നമുക്ക് ഗ്യാസും ലാഭിക്കാം, പെട്ടെന്ന് തന്നെ ആവിയൊക്കെ കയറിയിട്ട് ഇഡലി ആണെങ്കിലും നൂൽപുട്ടാണെങ്കിലൊക്കെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. പിന്നെ ഇതിലൊരു 2-3 പ്ലേറ്റ് വേറെ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വട്ടയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 2 പ്ലേറ്റ് ഉണ്ട്. വട്ടയപ്പവും അതേപോലെ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ, ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 2 പ്ലേറ്റ് ഉണ്ട്. അതേപോലെ ഇപ്പോൾ ഞാൻ എടുത്ത ഒരു പ്ലേറ്റ് നമുക്ക് നൂൽപുട്ടൊക്കെ ചുട്ടെടുക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ പിടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, പിടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലേറ്റുകളാണ് കേട്ടോ. ഈ വട്ടയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പ്ലേറ്റ് 2 എണ്ണമാണ് കേട്ടോ ഉള്ളത്. ഇതാ ഞാൻ ഇപ്പോൾ എടുത്തു വെച്ചത് കണ്ടല്ലോ, ഇങ്ങനത്തെ 2 പ്ലേറ്റുകളാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ ഓണായതുകൊണ്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചോളുണ്ട്. ഇതിൻ്റെ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ അല്ലെങ്കിൽ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഓഫർ കൂടെ പിന്നെ നമ്മളെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 12% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. ഓണല്ലേ, അതുകൊണ്ട് നല്ല വമ്പൻ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളോട് കമൻറ്റ് ബോക്സിൽ കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ കടായിൻ്റെ ലിങ്കും അതേപോലെ തന്നെ നമ്മളെ ഫ്രൈ പാൻ്റെ ലിങ്കും, അതാണ് കാര്യമായിട്ട് എപ്പോഴും ചോദിക്കൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ 1 കിലോ ബിരിയാണിയൊക്കെ വെക്കണമെങ്കിൽ ബിരിയാണിയൊക്കെ വെക്കാനൊക്കെ ഈ ഒരു പാത്രം ഉപയോഗിക്കാം. അതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിലും പായസം ഉണ്ടാക്കണമെങ്കിലും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു പാത്രത്തിൻ്റെ അടി നല്ല ചൂട് കട്ടിയുള്ള പാത്രം പറയില്ലേ, അങ്ങനെ ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രമാണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളും അതേപോലെ അയൺ പാത്രങ്ങളും ആണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നേരെ മറിച്ച് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കോട്ടിങ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യുന്നത് അപകടമാണ്. നമ്മൾ വിചാരിക്കും ചെറിയ കോട്ടിങ് അല്ലേ പോയിട്ടുള്ളൂ, അപ്പോൾ എന്നാലും കുറച്ചും കൂടെ ഒക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യും. പക്ഷേ നമ്മളെ ഹെൽത്തിന് നല്ല പ്രോബ്ലമാണ് അതിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച ഇഡ്ഡലി തട്ട് നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ട് കേട്ടോ. ആ ഒരു ഹോൾസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതിൽ ആവി കയറിയിട്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം, നമ്മൾ കുക്കിങ്ങും എളുപ്പമാവും. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ അൺബോക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതൊക്കെ നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ റേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ആ ലിങ്കിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. പിന്നെ വരെ കയ്യിൽ ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട്. അപ്പോൾ ഇതാ ഇതിൽ തന്നെ കാണുന്നുണ്ട്. കുക്കർ സെറ്റ് ഉണ്ട്, തവ ഉണ്ട്, കടായി ഉണ്ട്, അതേപോലെ ഫ്രൈ പാൻ ഉണ്ട്, പിന്നെ പനിയാരം പാൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ സ്റ്റീലിൻ്റെ കുക്കർ, അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ കുക്കർ സെറ്റ്, കടായി, ഫ്രൈ പാന്, ബിരിയാണി പോട്ട്, മൾട്ടി പോട്ട്, പുട്ട് മേക്കർ, മിൽക്ക് കുക്കർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ.
പിന്നെ അവരെ കയ്യിൽ നിന്ന് നമ്മൾ പുതുതായിട്ട് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നൊന്നും അറിയാതെ നമ്മൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ ഉണ്ട്. നമുക്കിത് നേരിട്ട് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ പാത്രങ്ങളൊക്കെ കണ്ടില്ലേ, ഇനി ലിങ്കും കാര്യങ്ങളൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. 100% നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ കുക്ക് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേനി രാത്രിയിൽ തന്നെ. ആ ഒരു പാത്രത്തിൽ ഞാൻ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ടേനി, എന്നിട്ട് അത് കളഞ്ഞിട്ട് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പാക്കറ്റ് പൊടിയാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പാക്കറ്റ് പൊടി ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല ഇപ്പോൾ, നമുക്ക് തിരക്കായതുകൊണ്ട് അരി കഴുകി ഉണക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. ഇപ്പോൾ ജോലിക്കൊക്കെ പോണതുകൊണ്ട് എപ്പോഴും വീട്ടിലുണ്ടാവില്ല. അപ്പം മഴയല്ലേ, അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ടാൽ അത് എടുത്തേക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പാക്കറ്റ് പൊടി യൂസ് ചെയ്യുന്നത്. ഇതിലേറെ നല്ലത് നമുക്ക് വീട്ടിൽ പൊടിച്ചെടുക്കുക തന്നെയാണ്. നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. നമ്മളെ കൈ കൊണ്ട് തന്നെ അരിയൊക്കെ കഴുകി ഉണക്കി പൊടിച്ച് നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു സംതൃപ്തിയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ എങ്ങനെ വരുന്ന പൊടിയാണെന്നൊന്നും ഇപ്പോൾ നമുക്ക് അറിയില്ല. എന്തായാലും കുടുങ്ങുമ്പോൾ അങ്ങനെ വാങ്ങി യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ കരണ്ടടുപ്പുമ്മ വെള്ളം ചൂടാക്കാൻ വെച്ചിന് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്ന പൊടിക്ക് നല്ല ചൂട് വേണ്ട. നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുമിളകൾ വരുമല്ലോ, ചെറിയ ചെറിയ കുമിളകൾ വരുന്ന ആ ഒരു സമയത്താട്ടോ ഞാൻ ഓഫാക്കൽ. പക്ഷേ പാക്കറ്റ് പൊടിക്ക് ആ ഒരു ചൂട് പോരാ, അതിലേറെ കുറച്ചും കൂടെ ചൂട് വേണം. അപ്പോൾ അതിലേറെ ഒന്ന് ചൂടായിട്ടാണ് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേശ്ശെ വെള്ളമൊക്കെ പൊടിക്ക് ഒഴിച്ചു കൊടുത്താണ്ട് അങ്ങനെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിൻ്റെ അത്ര പോരാ കേട്ടോ ഈ ഒരു അരിപ്പൊടി. മാവ് റെഡി ആയിട്ടില്ല, എൻ്റെ ഇഷ്ടംപോലെ ആയിട്ടില്ല കേട്ടോ നൂൽപുട്ടിൻ്റെ മാവ്. ഇനി നമുക്ക് അച്ചക്ക് ഇട്ട് കൊടുത്ത് നോക്കാം പീച്ചേ ചാടുമല്ലേ എന്ന് അറിയാൻ. അപ്പോൾ പാത്രങ്ങളൊക്കെ രാത്രി കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ചതേനി കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒരു കോട്ടൻ്റെ തുണി കഷ്ണം വെച്ചാണ്ട് തുടച്ചെടുത്തിട്ടുണ്ടേനി. അപ്പോൾ നമ്മളെ തട്ടിൽ ഇനിയിപ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഓയിലാക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പോൾ തേങ്ങയൊന്നും ആക്കി കൊടുക്കണില്ല കേട്ടോ. ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 പാത്രത്തിലും ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മളെ മരത്തിൻ്റെ അച്ചക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പീച്ചി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നൂല് അത്രയ്ക്ക് അങ്ങോട്ട് റെഡിയായി വന്നിട്ടില്ല കേട്ടോ. നമ്മൾ സാധാരണ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ അല്ല കേട്ടോ, നല്ല വൃത്തിയിൽ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടായിട്ട് കിട്ടലുണ്ട്. ഈ ഒരു നൂൽപുട്ട് എന്താണെന്നറിയില്ല കേട്ടോ, കുറച്ച് ഹാർഡായിട്ടാണ് നമുക്ക് കിട്ടിയത്. മാവിൻ്റെ പ്രശ്നമാണ്, അല്ലാത്ത പ്രശ്നമൊന്നുമല്ല കേട്ടോ. ഇത് പാക്കറ്റ് പൊടി ആയതുകൊണ്ടേ കുറച്ചും കൂടെ ചൂട് വേണ്ടേനി തോന്നുന്നുണ്ട് വെള്ളത്തിന്. അപ്പോൾ എന്തായാലും ഞാനിത് പീച്ചെടുക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, പക്ഷേ മസിൽ പിടിച്ച് നല്ല ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചെറിയ രീതിയിൽ ബലം പിടിക്കും വേണം കേട്ടോ. എന്തായാലും ഞാൻ അത് ഉണ്ടാക്കിയെടുത്തിക്കണ്. കുട്ടികളിപ്പോൾ വരുമ്പോൾ ചായ ആയോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നൂൽപുട്ടൊക്കെ പീച്ചെടുത്തിക്കണ്. ഇപ്പോൾ നമ്മളെ ഈ ഒരു തട്ടിൽ ഞാൻ ഇവിടെ വെള്ളം വെച്ചിന് കേട്ടോ ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടതിന്, എന്നിട്ട് അതിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കിയാൽ വെന്തിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഇഡ്ഡലി പാത്രത്തിലിട്ട് വേവിച്ചെടുക്കണം അത്ര വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അടിയിൽ ചെറിയ ആ ഒരു ഹോൾസ് ഉള്ളതുകൊണ്ട് എളുപ്പം ആവി വന്ന് എളുപ്പം വെന്ത് കിട്ടും. അപ്പോൾ നമ്മളെ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇത് മതി കേട്ടോ. ഇതെങ്ങനെ കറക്റ്റ് ആയതെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും പൊടി എടുക്കുമ്പോൾ അങ്ങനെയാണ് കറക്റ്റായിട്ട് വരും കേട്ടോ. എല്ലാത്തുക്കും എല്ലാ കുഴിക്കും ഉണ്ടതിനും ഒരു ട്രിപ്പ് നമ്മളിത് നൂൽപുട്ട് ഉണ്ടാക്കിയെടുത്തു. പറയുമ്പോൾ പൊടി അളന്നിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്നും ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു കറക്റ്റ് അളവ് വരില്ലേ, നമ്മളെ കയ്യിൽ തന്നെ വഴങ്ങും. പിന്നെ ഇതാ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊന്നും അരക്കാത്ത കടലക്കറിയാണ്. അപ്പോൾ കടലക്കറിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, ആദ്യം കടല വേവിച്ചെടുത്ത് പിന്നെ കടല വെന്തതിന് ശേഷം ഉള്ളിയും തക്കാളിയൊക്കെ വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് അതിക്ക് പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. അതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തു. അങ്ങനെ വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിക്ക് ആ കടല ഇട്ട് കൊടുത്തു. പിന്നെ സവാളയൊക്കെ നമ്മൾ വഴറ്റിയെടുത്തതുണ്ടല്ലോ, അതിന് കുറച്ചെടുത്തിട്ട് അതും കുറച്ച് കടലയും ഒന്ന് അരച്ചാണ്ട് അതിക്ക് ചേർത്തിന് കേട്ടോ. അതുകൊണ്ടാണ് കറി കുറച്ചൊരു കുറുകിയിട്ട് ഉണ്ടായത്, അല്ലെങ്കിൽ തേങ്ങ അരക്കണം കുറുകണമെങ്കിൽ. അപ്പോൾ ഈ ഒരു കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് ചിക്കൻ മസാല ബീഫ് മസാല എന്തെങ്കിലും ഒന്ന് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരട്ടെ കറിക്ക്. അപ്പോൾ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു.
അപ്പോൾ ഇന്ന് ഈ ഒരു നൂൽപുട്ടും കടലക്കറിയും തന്നെയായിട്ട് ഉണ്ടാക്കിയത്. ഇന്ന് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചാണ്ട് നമ്മൾ തൊടി കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ നടന്ന് നോക്കും. അപ്പോൾ തോട്ടുക്കും അതേപോലെ ഒന്ന് നോക്കും. അപ്പോൾ ഇന്ന് തോട്ടുക്ക് നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു പാമ്പ് അവിടെ ഇങ്ങനെ എന്തോ വലയാണ് തോന്നുന്നുണ്ട്, കുട്ടികളെ മീൻ പിടിക്കാൻ എന്തോ കൊണ്ടുപോയിട്ടതാണ് കേട്ടോ. അതൊന്ന് ഒലിച്ച് വന്നത് എന്താ അറിയില്ല. നമ്മളെ വീട്ടിൽ ഈ ഒരു വല ഇല്ല കേട്ടോ. ഇത് എവിടുന്ന് വന്നതാണ് എന്താണെന്നൊന്നും അറിയില്ല. ആ വലൻ്റെ ഉള്ളിൽ ആ പാമ്പ് കുടുങ്ങിയിട്ട് അതിനെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ രക്ഷപ്പെടുത്താൻ നോക്കിയിരിക്കണം. അപ്പോൾ ഐഫക്കുട്ടി മദ്രസ ഇട്ട് വന്നപ്പോൾ ഓളോട് പറഞ്ഞു. അപ്പോൾ ഓൾ വന്നപ്പോൾ തന്നെ ഓടിപ്പോയി നോക്കിയേക്കാണ് കേട്ടോ. മെച്ചി അതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും, ഞാൻ ഇന്ന് സ്കൂൾക്ക് പോകണില്ല, ഞാൻ ഇന്ന് പരീക്ഷയ്ക്ക് പോകണില്ല എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഞാനും ഐഫക്കുട്ടിയും കുറേ നോക്കിയിട്ടോ. അപ്പോഴൊന്നും കഴിഞ്ഞതൊന്നുമില്ല. പിന്നെ ഓൾക്ക് വണ്ടി വരാനായപ്പോൾ പിന്നെ ഓളെ വേഗം ഇങ്ങോട്ട് കയറ്റി ഓൾക്ക് മുടിയൊക്കെ വാർന്നു കൊടുത്ത് അങ്ങനെ വണ്ടിയൊക്കെ വന്ന് ഓൾ സ്കൂൾക്ക് പോയിട്ടോ. ഓൾ സ്കൂൾക്ക് പോയതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും അതേപോലെ തന്നെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി. അങ്ങനെ അത് രക്ഷപ്പെട്ട് പോയിട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ ആരുമില്ല ഇനി. അങ്ങനെ ഒന്ന് കുറേ നേരം അതിൻ്റെ ഒപ്പം നിന്നിക്കണ്. പിന്നെ നമുക്ക് വീഡിയോ ഇടാനുണ്ടേനി. വീഡിയോ ഇടാനുള്ളതൊക്കെ അവിടെ ഇട്ടുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ വൈത്താല പോയത്. അങ്ങനെ വീഡിയോ ഇടാനും നേരം വൈകിന്. ഇന്നലെ 3 മണിയൊക്കെ കഴിക്കണ് വീഡിയോ ഇട്ടപ്പം. അങ്ങനെ പിന്നെ ഇപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇനി പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെറുപയർ പരിപ്പ് ഉണ്ടായിന് കേട്ടോ അവിടെ. അപ്പോൾ അത് വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുതിയ പാത്രവും കിട്ടിയതല്ലേ. അപ്പോൾ പായസം ഉണ്ടാക്കാൻ ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിനത്. അത് ഞാൻ കഴുകി അരിപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് വെള്ളം ചോരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെള്ളം ചോർന്നതിന് ശേഷം പിന്നെ നമ്മളെ പുതിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. ഇപ്പം പാത്രം ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് ഉരുകി വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അതിനെ ചെറുപയർ പരിപ്പുണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ തന്നെ കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കും ചെയ്യാം. പക്ഷേ അതിലേറെ ടേസ്റ്റ് നെയ്യിലൊന്നിങ്ങനെ വറുത്തെടുത്ത് നമ്മൾ പിന്നെ കുക്കറിലിട്ടിട്ടാണെങ്കിലും വെള്ളം ഒഴിച്ചൊക്കെ വേവിച്ചെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നേരെ മറിച്ച് പച്ചക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കുമ്പം അത്രക്ക് ടേസ്റ്റ് തോന്നലില്ല. അപ്പോൾ ഞാനിതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടാണിത് വേവിച്ചെടുക്കണത്. പിന്നെ അങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ അടുപ്പത്ത് വെക്കുമ്പം എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലാണ് വേഗം കരിയൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ആ പാത്രത്തിൻ്റെ കളറും മാറും. നല്ലോണം പാത്രം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ പിന്നെയും ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ കുക്ക് ചെയ്യൽ. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രവും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പോലെ അടിയിലൊന്നും പിടിക്കില്ല. നല്ല ഉഷാറായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുക്കിങ്ങൊക്കെ അതിൽ നടക്കും. അപ്പോൾ ചെറുപയർ പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മൾ സ്റ്റീലിൻ്റെ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതും നമ്മൾ ഇൻഡസ്വാലിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു കുക്കർ. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 4 വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഗ്യാസിൽ ഇത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ച് ചിരകി എടുത്തിട്ട് വേണം. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ പോയി തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടുവന്ന് തേങ്ങയൊക്കെ ചിരകി തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര വേണമല്ലോ നമുക്ക് പായസത്തേക്ക്. അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ കുക്കറിൽ പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ചിന് ചെറുപയർ പരിപ്പാണ് ഇട്ടത്. അത് വെന്ത് അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി. അപ്പോൾ ഞാൻ ആദ്യം പായസം ഉണ്ടാക്കിടത്തിന് ഈ ഒരു മൾട്ടിപ്പോട്ട് ഉണ്ടല്ലോ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 1 ഗ്ലാസ് പാല് തീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ചെറുപയർ പരിപ്പ് ഒന്നിങ്ങനെ കട്ടായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെയൊക്കെ ഈ ഒരു പരിപ്പ് പായസം വെക്കുമ്പോഴേ പരിപ്പ് കാണാനേ പാടില്ല കേട്ടോ. പരിപ്പ് കടിക്കാനും പറ്റില്ല. എനിക്കാണെങ്കിലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് പരിപ്പ് ഒന്ന് കടിക്കണതാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അത് നല്ലോണം വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കയ്യിലോണ്ട് ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ലോണം ഉടഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ചെറുപയർ പരിപ്പൊന്നും കാണാൻ തന്നെ ഇല്ലാതെ ഇരിക്കണ്. അപ്പോൾ പിന്നെ പാലൊക്കെ ചേർത്ത് കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. പാലൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ ശർക്കര ഉരുക്കാൻ വെച്ചിരുന്നില്ല, ആ ഒരു ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ശർക്കര കളറില്ല കേട്ടോ. ശർക്കര നല്ല കളറുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ പായസം നല്ല കളറുണ്ടാവും കാണാൻ. അപ്പോൾ ഇത് കളർ കുറവുള്ള സാധാ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിന് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങേൻ്റെ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പായസത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം വേറെ ഉണ്ട്.
ചുക്കും നല്ല ജീരകവും ഏലക്കായും കൂടെ കൂട്ടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനിട്ടാൻ. അപ്പോൾ ചുക്കും നല്ല ജീരകവും അത് മാത്രം മതിയെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി ഒറ്റയ്ക്ക് പൊടിയൂല. അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനത് ജാറിൽ ഇട്ട് കൊടുത്താൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ പൊടിഞ്ഞ് വരാൻ ഗതികേടാവും. നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു ചുക്ക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മളെ പായസത്തിന്. അപ്പോൾ അതൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിനി. അപ്പോൾ അതിൻ്റെ രണ്ടാം പാൽ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാം പാൽ ഒഴിച്ചിട്ട് പാലൊന്ന് ചൂടായി വന്നതിന് ശേഷം, പാലും പായസമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഓണക്കല്ലേ വരുന്നത്, ഓണത്തിനൊക്കെ എന്ത് പായസങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ കമൻറ്റ് ചെയ്യോണ്ട് കേട്ടോ. എനിക്കങ്ങനെ എല്ലാ പായസമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതിയൊക്കെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പായസം ഉണ്ടാക്കൽ. അതേപോലെ അധികം സേമിയ പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കൽ. ഇവിടെ എനിക്കും ബാബുവിനും നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ചെറുപയർ പരിപ്പ് പായസമൊക്കെ. കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. കുട്ടികൾക്കൊക്കെ പിന്നെ സേമിയ പായസത്തിനോടാണ് ഇഷ്ടം. അപ്പോൾ ഈ ഒരു ചെറുപയർ പരിപ്പ് കുറേ ആയിക്കണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്. പിന്നെ അത് കേടെത്തും വേണ്ട, പുതിയ പാത്രം കിട്ടിയപ്പോൾ ഒരു പായസം ഉണ്ടാക്കും ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ടേനി. അതേപോലെ തേങ്ങാക്കൊത്തും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ പായസത്തേക്ക് ഇട്ട് കൊടുത്തിട്ടോ. അതിൻ്റെ ഇടയിൽ ഒന്നാം പാലൊക്കെ ഒഴിച്ചിന് കേട്ടോ. വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, പറയാൻ മറന്നിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരമായിട്ടാണ് കേട്ടോ. പായസം കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്ന് പറയല്ലേ. നമ്മൾ ടേസ്റ്റ് ഉള്ളതല്ലേ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുള്ളൂ. നല്ല രസം ഉണ്ടായിന് കേട്ടോ. നമ്മൾ ചുക്കുപൊടിയൊക്കെ ചേർത്തതുകൊണ്ടേ നല്ല ടേസ്റ്റുള്ള പായസം ഇനി. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.